എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവരുടെയും പരാതി പ്രമാണിച്ച് നമ്മൾ അവസാനത്തെ നക്ഷത്രം മുതലാണ് ഈ മാസം തുടങ്ങുന്നത്. ഓക്കെ, Page of Pentacles, Lovers, Page of Swords, Death card, Seven of Swords and Nine of Wands energy. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് സെവൻ ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്. കാരണം മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് എങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളാം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. കാരണം നിങ്ങൾ വിശ്വസിച്ചിട്ട് ആരെയാണോ ആരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് ആദ്യം പറയുന്നു. കണ്ണടച്ച് ആരെങ്കിലും വിശ്വസിച്ചാൽ ചതിവ് പറ്റാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ധനം കൈകാര്യം ഒരു വലിയൊരു എമൗണ്ട് ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ പരമാവധി ശ്രദ്ധിക്കുക. ഒരു രേഖയുമില്ലാതെയോ അല്ലെങ്കിൽ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ അല്ലെങ്കിൽ ലീഗലായിട്ടോ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യേണ്ടുന്ന രീതിക്ക് ചെയ്യുക. അതായത് ഒരു രേഖയൊന്നും ഇല്ലാതെ ആരെയും ഒന്നും ഏൽപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ച് ആർക്കും ഒന്നും എത്ര അടുപ്പമുള്ള വ്യക്തിയാണെങ്കിലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നം മറ്റൊരാൾ വഴി നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാം. മറ്റൊരാളെ ഏൽപ്പിച്ച് വിശ്വസിച്ച് നൽകിയാൽ അത് ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചതി എന്നുള്ള രീതിയിലല്ല എങ്കിൽ കൂടിയും കാരണം ചിലപ്പോൾ അവർ മറ്റൊരാളെ വിശ്വസിച്ച് ചിലപ്പോൾ ഏൽപ്പിച്ചേക്കാം. ആ ഏൽപ്പിക്കുന്ന വ്യക്തി ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ലവേഴ്സ് ആൻഡ് ഡെത്ത് കാർഡാണ് സൂചിപ്പിക്കുന്നത്. പുതിയ ബന്ധങ്ങളിൽ പുതിയ ബന്ധങ്ങൾ വരാം. ന്യൂ കണക്ഷൻസ് ജീവിതത്തിൽ വരുന്നുണ്ട്. നല്ല സൗഹൃദങ്ങളാവാം, അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ. അതേപോലെ പലരെയും സംബന്ധിച്ചിടത്തോളം പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ്. പുതിയൊരു ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ട പോലത്തെ ഒരു ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ഡെത്ത് കാർഡാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ ഒരു പുതിയൊരു തുടക്കമാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇനി പഴയതെല്ലാം പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ ഭൂതകാലത്തിൽ ജീവിക്കാതെ പഴയതെല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കയറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പല കാര്യങ്ങളിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു കാലഘട്ടം നിങ്ങൾ അവസാനിച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് മാറുന്നതാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ശനിയുടേതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് സാറ്റേൺ ട്രാൻസിറ്റിൻ്റെ സമയം. ഓരോരുത്തരുടെ ജാതകവശാൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നിങ്ങളുടെ കരിയർ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ജോലി, വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങളിലായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടുവരുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭയപ്പെടുന്ന ചില കാര്യങ്ങളിലൊക്കെ അതായത് എങ്ങനെയാവും എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഇത് ശരിയാവും എന്ന് നിങ്ങൾ ഒത്തിരി ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ അധികം ഭയപ്പാട് ഒന്നും നിങ്ങൾക്ക് നൽകാതെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് കാര്യം നടന്നില്ലെങ്കിലോ എന്നുള്ളൊരു ഭയമൊക്കെ മാറി കിട്ടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് സംബന്ധമായിട്ടുള്ള പണമിടപാട് സംബന്ധമായിട്ടുള്ള ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു മാസം തുടങ്ങുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു മാസം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്, നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റിസൾട്ട് വരുന്നത് ഈ ഒരു മാസത്തിലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള മറുപടി കിട്ടേണ്ടുന്ന സമയം ഈ ഒരു മാസം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കടം കൊടുത്ത് തിരിച്ചു തരാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ സാമ്പത്തികം നേട്ടം കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ ലവേഴ്സ് എനർജി ആൻഡ് 9 of Wands ആണ്. വിവാഹം ഒത്തിരി നാളായിട്ട് വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം
അത് വിവാഹം കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. ഇനിയും വിവാഹം പലരെയും സംബന്ധിച്ചിടത്തോളം വിവാഹമൊക്കെ റെഡിയാവുന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ വിവാഹം നിശ്ചയം അല്ലെങ്കിൽ വിവാഹം ഇന്ന സമയത്തേക്ക് എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിവാഹം നടക്കുന്നത് കുറച്ചുകൂടി സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വിവാഹം റെഡിയായി എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടെങ്കിലും ഒത്തിരി ഭയപ്പാടിലിരിക്കുന്ന സമയമാണ്. കാരണം അപ്പോൾ വിവാഹം റെഡിയായി ഓക്കെ ആയി എന്നിരുന്നാലും ചിലപ്പോൾ ഒരു 2 മാസമോ 3 മാസത്തിന് ശേഷം വിവാഹം നടത്താമെന്നുള്ള രീതിയിലാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ റെഡിയായാൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉൾഭയം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ തന്നെ വിവാഹം കാര്യങ്ങളും നടക്കും. അല്ലെങ്കിൽ ചില ആളുകൾക്കൊരു ഭയമുണ്ട്, ഇത് നടക്കുമോ എന്നുള്ള ഭയമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. അതേപോലെ പേജ് ഓഫ് സോർട്സ് ആൻഡ് 7 ഓഫ് സോർട്സ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. അതായത് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണ്, വിദ്യാർത്ഥി ആണ് എങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലിയിൽ, ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ പ്രവർത്തന മേഖല എന്താണോ അത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വീട്ടിൽ പുറത്ത് ജോലി ചെയ്യുന്നവരല്ല, അതായത് ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടിലെ ജോലി മാത്രം ചെയ്യുന്നവരാണ് എങ്കിൽ അവരായാലും ആരായാലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രവൃത്തി, ആ പ്രവൃത്തിയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്കോളർഷിപ്പോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നിങ്ങളിൽ തന്നെ വയ്ക്കുക, നിങ്ങളായിട്ട് ചെയ്യുക, എല്ലാവരോടും പറഞ്ഞ് നടക്കാതിരിക്കുക. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, അപ്പോൾ അത് അത്ര നന്നായിരിക്കില്ല. ഇപ്പോൾ ജോലിയിലാണെങ്കിലും നിങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കൈകാര്യം ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ജോലിയാണെങ്കിൽ അതിന് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്വേഡ് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ജോലിയിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത് എഴുന്നേറ്റ് പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പേപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. ഹാർഡ് കോപ്പീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. അതിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ആരെയാണ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് കാര്യങ്ങൾ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ വയ്ക്കേണ്ടുന്നത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തും. നിങ്ങളുടെ കർമ്മമേഖല എന്താണോ എന്നുള്ളത്. ഇനി അതായത് ഹൗസ് വൈഫ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങളെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ അത് കൃത്യമായിട്ട് പറയുക. ഇപ്പോൾ തൽക്കാലം അതിന് സമയം ഉണ്ടാവില്ല എന്നുള്ളത്. അതെല്ലാം ഏറ്റെടുക്കുകയാണ് എങ്കിൽ ധൃതിയുടെ കൂടുതൽ വേറെ ആരെങ്കിലും ഒരിക്കലും ഏൽപ്പിക്കാതിരിക്കാതെ പിന്നീട് നിങ്ങൾക്കത് പാരയായിട്ട് തന്നെ വരാം. അപ്പോൾ നിങ്ങൾ തന്നെ സമയമെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. സമയമില്ല എങ്കിൽ അത് ആദ്യമേ പറയുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ലവേഴ്സ് ആൻഡ് 7 ഓഫ് സോർട്സ് എനർജി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ളവർ നിങ്ങളൊരു ചേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളൊരു വ്യക്തി അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യമാവാം. കാരണം ഇവിടെ ഒരു ചെറിയ ഒരു ഫ്ലേർട്ടിങ് അല്ലെങ്കിൽ ചീറ്റിംഗ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചില ആളുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യവും ആ ഒരു ബന്ധം അവസാനിക്കുന്ന സാഹചര്യവും ആകാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു. ചില ആളുകൾക്ക് പ്രണയം അത് അവസാനിക്കുകയും ഒരു വിവാഹബന്ധം അപ്പോഴും കാണിക്കുന്നുണ്ട്. ചില ആൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വിവാഹബന്ധവും വരുന്നതും ഒരു അറേഞ്ച് മാരേജിലേക്ക് പോകുന്ന സിറ്റുവേഷനും ആകാം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ പറഞ്ഞ പോലെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ പുതിയൊരു തുടക്കമാണ് പല കാര്യങ്ങളിലും. നിങ്ങളെ ഒത്തിരി മുന്നേറാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും. അപ്പോൾ ഒരു സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ്. പിന്നെ ചില ആളുകൾ ശാരീരികമായിട്ട് അസ്വാസ്ഥ്യങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം മരുന്ന് എത്ര കഴിച്ചിട്ടും അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്നൊക്കെ പറയുന്നവരെ സംബന്ധിച്ച് മരുന്നോ ഡോക്ടറോ അല്ലെങ്കിൽ ചികിത്സാ രീതിയോ ഒക്കെ മാറാനുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറിക്കിട്ടുന്നതായിട്ടും കാണിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.